നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ. സബ്സ്ക്രൈബ് കോയിപ്പടാൻ യൂട്യൂബ് ചാനൽ. ഹലോ രതീഷ് ചേട്ടനല്ലേ? അതെ ചേട്ടാ, ഞാൻ ഇതിന് മുമ്പ് ഇൻഷുറിന്റെ കാര്യമായിട്ട് വിളിച്ചിരുന്നില്ലേ? ആ ആളാണ്. നമുക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിലെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 80,000 രൂപ അടയ്ക്കേണ്ടി വന്നു. ക്യാഷ് അടച്ചോ? ക്യാഷ് അടച്ചു. അപ്പോഴവരതിന് ബില്ല് മറ്റേ നമ്മൾ ഇൻഷുർ കാർഡ് ഉള്ളത് കൊണ്ട് ബില്ലില്ല എന്ന് പറഞ്ഞു. ഇല്ല, ബില്ല് മേടിക്കണം. ബില്ലില്ല, ബില്ല് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, ബില്ല് തന്നേ പറ്റത്തോന്ന് പറയണം. എന്നിട്ടിപ്പം അത് ഞങ്ങൾ ബില്ല് തരാൻ പറ. ഫോൺ കൊടുക്കുക, അവരുടെ അടുത്ത് ഫോൺ കൊടുക്കുക. നമ്മളെ 80,000 ബില്ല് തന്നിട്ടില്ല. അവരിപ്പോൾ ലാസ്റ്റ് ഒരു 18 രൂപ ബില്ല് പറയുന്നു. അതിനും അവർക്ക് ബില്ലില്ല. അല്ല, അവന് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് തരാൻ പറ. ഫോൺ കൊടുക്കുക അവിടെ. ഞങ്ങളിപ്പോ ഫോൺ കൊടുക്കുക. ഹലോ 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 നിങ്ങൾ ബില്ല് കൊടുക്കാത്ത, ഇൻവോയ്സ് കൊടുക്കാത്ത എന്താ? ഇൻവോയ്സാ? നമുക്ക് ഇവിടെ RSVക്ക് ഇവിടെ ബില്ലില്ല സാർ. അതെന്താ ഇല്ലാത്ത? ഒരു പേഷ്യന്റിന്റെ പേയ്മെന്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് കൊടുക്കണമെന്ന് അറിയത്തില്ലേ? അല്ല, ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ല. അല്ല, നിങ്ങൾക്ക് മാത്രമായിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും നിയമമുണ്ടോ? അതില്ല സാർ. നിങ്ങളെ എത്ര 80,000 രൂപ ആദ്യമേ മേടിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്ര 12,000 രൂപ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും അതെ, നിങ്ങള് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സും നിങ്ങൾ ക്യാഷ് മേടിച്ചതിനുള്ള തെളിവും കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാവും. അത് സാർ, ഇവിടെ ബില്ല് ഇതൊക്കെ മേടിക്കുന്നത് ഫാർമസിക്കാരാണ്, നമ്മളെ ഇൻഷുറൻസുകാരല്ല മേടിക്കുന്നത്. അല്ല, ചോദിച്ചിട്ടുണ്ട്. കാരണം അത് കൊടുക്കേണ്ടത് നമ്മളെ ഇതാണ്. സാറിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. സാറാ പറഞ്ഞത് നമുക്ക് ഇവിടെ ബില്ലില്ലെന്ന്. നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ശബ്ദമുയർത്തുന്നവൻ. സബ്സ്ക്രൈബ് കോയിപ്പടാൻ യൂട്യൂബ് ചാനൽ.